അപ്പോൾ ഇത്തവണ പിന്നെ UDF മന്ത്രിസഭ അധികാരമേറ്റപ്പോൾ RSP ജയിച്ചു വരികയും ഷിബു ബേബി ജോൺ 10 വർഷത്തിന് ശേഷം നിയമസഭയിൽ വരികയും അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിയാകുകയും ചെയ്തു. അത് വളരെ എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ടും ലേബർ മിനിസ്റ്ററായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന ഫിഷറീസ്, അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന ലേബറോ അല്ലെങ്കിൽ ഫിഷറീസ് വകുപ്പ്, അപ്പോൾ അപ്പോഴേ പറഞ്ഞു കേട്ടു അദ്ദേഹം ഫിഷറീസിനോട് താല്പര്യം അദ്ദേഹത്തിനേ ഇല്ല. അപ്പോൾ നമുക്ക് അറിയില്ല. അപ്പോൾ അദ്ദേഹം വനം വകുപ്പാണ് അദ്ദേഹം എടുത്തത്. കാടും കടലും ഒരു വൈജാത്യങ്ങളുണ്ടെങ്കിലും അതിനകത്ത് ഒരു സമമാണ് കാടും കടലും. അപ്പം കടൽ തീരത്ത് ജനിച്ചു വളർന്ന കരിമണലിൻ്റെ പുത്രനായ ബേബി ജോണിൻ്റെ മകന് കടൽ അറിയാം, അല്ലെ കടൽ ജീവികളെയും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളെയും ആ മേഖലയെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ആളാണ്. എന്തുകൊണ്ടോ അദ്ദേഹം അത് വേണ്ട, വേറെ എന്തെങ്കിലും ഒരു വകുപ്പ്, ഏത് വകുപ്പ് കൊടുത്താലും കൈകാര്യം ചെയ്യാനുള്ള വിദ്യാഭ്യാസവും സാമൂഹ്യവും രാഷ്ട്രീയവുമായിട്ടുള്ള കൈത്തഴക്കമുള്ള ഷിബു ബേബി ജോണിന് വനം. പക്ഷേ അദ്ദേഹം അധികാരമേറ്റ് വനം വകുപ്പ് കൈകാര്യം ചെയ്യാൻ തുടങ്ങിയപ്പോഴേ വന്യമൃഗങ്ങളുടെ ഒരു വലിയ വേട്ടയായിരുന്നു കേരളത്തിൽ നടന്നത്. ആ മാധ്യമങ്ങളും ചാനലുകളും എല്ലാം അതിങ്ങനെ കാട്ടാന ശല്യവും കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെയൊക്കെ ഒരു വലിയ കണക്കുകൾ ഇങ്ങനെ ഓരോ ദിവസവും വന്നുകൊണ്ടിരുന്നു. അപ്പം നമ്മളൊക്കെ സത്യത്തിൽ വിചാരിച്ചു ഇദ്ദേഹം ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യും. ഇദ്ദേഹം ഏറ്റവും പരീക്ഷിക്കപ്പെട്ട ഒരു വകുപ്പായി ഈ വനം വകുപ്പ് മാറുന്ന ഒരു സമയമായിരുന്നു. പക്ഷേ ഷിബു ബേബി ജോൺ അവിടെയെല്ലാം ഓടിയെത്തി അതിനെക്കുറിച്ച് പഠിക്കുകയും കാടിൻ്റേതായിട്ടുള്ള ഒരുപാട് കണക്കുകളൊക്കെ പുറത്തു വരികയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് അതിനെക്കുറിച്ച് പഠിച്ചിരിക്കുന്നു, അല്ലെ അതിന് വേണ്ടത് എന്താണ്, ഇതുവരെ ചെയ്യാത്തത് എന്താണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പഠിച്ചത് അദ്ദേഹം നല്ല ഭംഗിയായിട്ട് അത് കൈയൊതുക്കത്തോടു കൂടി ആ വിഷയങ്ങളെ അമർച്ച ചെയ്തു.